വണ്ടി നിർത്താൻ വരെ സ്ഥലമില്ല കേട്ടോ, മൊത്തം വണ്ടിയാണ്. നാട്ടിലൊക്കെ ലഹരിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും പരിപാടികളുമാണ്. ഇവിടെ ഈ കണ്ണമംഗലം പഞ്ചായത്താണെങ്കിൽ പുതിയ കുട്ടികളെ, പുതിയ തലമുറനെ പുതിയൊരു ലഹരിക്ക് കൊണ്ടുവരുന്ന പണിയില്ല. 4-5 ദിവസമായി ഇവിടെ ഇങ്ങനെ തന്നെയാണ്. മൊത്തം ജനങ്ങളും ഇത് അറിഞ്ഞാണ്ട് ഇവിടെ കൂടിക്കണം, ആകെ ബ്ലോക്കാണ്. 80ഓളം കുട്ടികളെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു 4-5 ദിവസമായിട്ട് ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങിയത്. ഇതൊക്കെ അല്ലേ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. റോഡ് സൈഡിലൊക്കെ വണ്ടിയാണ് കേട്ടോ, അതിന് മാത്രം ആൾക്കാരാണ് ഇത് കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റ് പഞ്ചായത്തുകളും ഇതൊന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഈ ചെറുപ്രായമുള്ള കുട്ടികൾ ഈ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നും അവരെ മോചനം നേടുന്നതിന് വേണ്ടി ഫുട്ബോൾ ലഹരിയാക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് KPL കണ്ണമംഗലം പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഇവിടെ സംഘടിപ്പിച്ചത്. സാധാരണഗതിയിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ പ്രാദേശികവാദം ഉയർന്നു വരികയും അത് അവസാനം അടിപിടിയിൽ കലാശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു കാര്യം എന്നുള്ളത്, ഞങ്ങൾ 8 ടീമുകളെ കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 8 ടീമുകളെ ഞങ്ങൾ ഫ്രാഞ്ചൈസികളായി എടുക്കുകയും അതിനുശേഷം കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ 20 വാർഡുകളിൽ നിന്നും അവരുടെ കളി അറിയാവുന്ന ആളുകളെ ഞങ്ങൾ ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്ത കുട്ടികളെ ലേലത്തിലൂടെ ഈ 8 ടീമുകൾക്ക് നൽകുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കളിയുടെ ക്വാളിറ്റി ഒരു നല്ല രീതിയിൽ അത് വർദ്ധിക്കാനും നല്ല കഴിവുള്ള കണ്ണമംഗലം പഞ്ചായത്തിൽ നല്ല കഴിവുള്ള കുട്ടികൾ ഉണ്ട് എന്നും ആ കുട്ടികളുടെ കഴിവ് പരമാവധി അത് ഉപയോഗപ്പെടുത്താനും ഈ ടൂർണമെൻറ്റിലൂടെ സാധിച്ചു. ഇതൊരു തുടക്കമാണ്. കണ്ണമംഗലം പഞ്ചായത്തിലെ 20 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളരെ ടാലൻ്റായ ഒരുപാട് കുട്ടികൾ കണ്ണമംഗലം പഞ്ചായത്തിലുണ്ട്. അവരെ കണ്ടെത്തി പഞ്ചായത്തിനും ജില്ലക്കും സംസ്ഥാനത്തിനും ഇന്ത്യക്കും വേണ്ടി വരെ കളിക്കുന്ന രീതിയിൽ കുട്ടികളെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി 8 ഫ്രാഞ്ചൈസികളെ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ ഈ ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി ₹1 പോലും ഫ്രാഞ്ചൈസികൾ മുടക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതാണ്. മുഴുവൻ ജേഴ്സി അടക്കമുള്ള മുഴുവൻ ചെലവുകളും ഈ കമ്മിറ്റി തന്നെയാണ് വഹിക്കുന്നത്. കളിക്കാർക്ക് മാറ്റാൻ വേണ്ടി പ്രത്യേക ഡ്രസ്സിംഗ് റൂം, അതുപോലെ തന്നെ അവർക്ക് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന പ്രത്യേക വാഹനം, അങ്ങനെ എല്ലാ രീതിയിലും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്ന പോലെയാണ് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഗുണം നമുക്ക് കളിയിൽ കാണാനും കഴിയുന്നുണ്ട്. നല്ല പ്രൊഫഷണൽ രീതിയിലുള്ള ഫുട്ബോൾ തന്നെയാണ് ഇവിടെ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ കണ്ണമംഗലം പഞ്ചായത്തിലെ ഈ കുട്ടികളെ നാളെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റുന്ന കുട്ടികളാക്കി മാറ്റാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്.